ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ 862 മുതൽ 883 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് ചൊല്ലാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. കാര്യകാരണ നിർമുക്ത കാമകേളിത്തരംഗിത കനൽ കനകതാടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയാ വിനിർമുക്ത മുഗ്ധക്ഷിപ്രപ്രസാദിനി അന്ധർമുഖ സമാരാധ്യ ബഹുർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗനിലയ ത്രിസ്താ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മരാമ സുധാശ്രുതി സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തൃ യജമാനസ്വരൂപിണി. ഇതുവരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങളാണ് നമ്മളിന്ന് അറിയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ നാമമായിട്ട് വരുന്നത് ഓം കാര്യകാരണ നിർമുക്തായേ നമ. കാര്യകാരണങ്ങളിൽ നിന്നും മുക്തയായ ദേവി എന്ന് സാരം. അതായത് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും അതിൻ്റെ ഉത്ഭവത്തിന് ഒരു കാരണമുണ്ട്. അപ്പോൾ ദേവി അതിന് അതീതയായവളാണെന്നാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം കാമകേളിത്തരംഗിതായേ നമ. ശിവശക്തി സ്വരൂപമായ ഐക്യത്തിൻ്റെ നാമമാണ് കാമം എന്നത്. അങ്ങനെയുള്ള ദിവ്യപ്രേമത്തിൻ്റെ ആനന്ദ തരംഗത്തിൽ വിഹരിക്കുന്നവളായ ദേവി എന്ന് നാമാർത്ഥം സൂചിപ്പിക്കുന്നു. കനൽ കനകതാടങ്കായേ നമ. അതായത് ദേവിയുടെ കുണ്ടലങ്ങളായിട്ട് അണിഞ്ഞിരിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയുമാണെന്ന് നമ്മളൊരു നാമത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ മിന്നിത്തിളങ്ങുന്ന കനകകുണ്ടലങ്ങളോട് കൂടിയവളാണ് ദേവി എന്ന് സാരാംശം. അതായത് പൗർണമിയിൽ ഉദിക്കുന്ന ചന്ദ്രനും അസ്തമിക്കുന്ന സൂര്യനും കനകം പോലെ, അതായത് സ്വർണം പോലെ തിളങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശോഭയോടുകൂടിയ ദേവിയെ ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നു. അടുത്ത നാമം നോക്കാം. ഓം ലീലാ വിഗ്രഹധാരിണ്യേ നമ. അതായത് ഭക്തന്മാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായിട്ട് ദേവിയുടെ പല രൂപങ്ങൾ, പല ലീലകളായിട്ട് വരും അല്ലേ. ദേവി ദിവ്യലീലകൾ ചെയ്യുവാനായിട്ട് രൂപം ധരിക്കുന്നവൾ എന്ന നാമാർത്ഥമാണ് ആ നാമത്തിൽ വരുന്നത്. അതായത് ലീലയ്ക്ക് വേണ്ടി ശരീരം എടുത്തവൾ എന്ന നാമാർത്ഥം. അതാണ് ലീലാ വിഗ്രഹധാരിണ്യ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നാമം നോക്കാം. ഓം അജായേ നമ. അജായേ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവളായ ദേവി അല്ലേ. അങ്ങനെയുള്ള ദേവിക്കാണ് അജായേ എന്ന നാമം വരുന്നത്. ക്ഷയവിനിർമുക്തായേ നമ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അജായേ എന്ന് പറഞ്ഞപ്പോൾ ജന്മമെടുക്കാത്തവൾ എന്ന്, അതുപോലെ തന്നെ ഈ നാമത്തില് നശിക്കാത്തവൾ എന്നർത്ഥമുണ്ട്. അപ്പോൾ ജന്മമെടുത്താലേ നാശമുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത ദേവി എന്ന്, നശിക്കാത്തവൾ എന്ന നാമത്തിലാണ് ക്ഷയവിനിർമുക്തായ എന്ന നാമം വരുന്നത്. ഓം മുഗ്ധായേ നമ. മുഗ്ധായ എന്നാൽ ലജ്ജാവതി എന്നാണ് അർത്ഥം. ലജ്ജാവതിയായിട്ട് ലജ്ജാസ്വരൂപിണിയായ ദേവി എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ഓം ക്ഷിപ്രപ്രസാദിന്യേ നമ. നമുക്കറിയാം ക്ഷിപ്രകോപം ക്ഷിപ്രസാദം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അതായത് ഭക്തന്മാരുടെ ആത്മാർത്ഥമായ ഭക്തിയിൽ പെട്ടെന്ന് പ്രസാദിക്കുന്നവളായ ദേവിയാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം നോക്കാം. അന്തർമുഖ ആരാധ്യായേ നമ. എന്താണ് അന്തർമുഖം? നമ്മൾ കഴിഞ്ഞ കുറേ നാമങ്ങളിൽ പഠിച്ചു അല്ലേ. ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചിട്ട് നമ്മൾ ആ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് നമ്മൾ ആത്മജ്ഞാനം നേടുമ്പോഴാണ് ദേവിയെ നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതേപോലെ അന്തർമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിനകത്ത് മാനസപൂജ ചെയ്യേണ്ടവളാണ് ദേവി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ദേവിയെ ആരാധിക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ
അന്തർമുഖ സമാരാധ്യായി എന്ന് പറഞ്ഞാൽ ദേവിയെ അന്തർഭാഗത്ത് കാണണം, നമ്മുടെ ഹൃദയത്തിൽ കാണണം അല്ലേ. അപ്പൊ നമ്മള് അങ്ങനെ ആരാധിക്കണം എന്നാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം ബഹിർമുഖ സുദുർലഭായി നമ. കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞത് നമ്മൾ അന്തർമുഖം എന്ന് പറഞ്ഞാൽ മനസ്സിനകത്തും ധ്യാനിക്കേണ്ടവളാണ്, അങ്ങനെ ലഭിക്കേണ്ടവളാണെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ ബഹിർമുഖ സുദുർലഭായി നമ, പുറത്ത് ആരാധിച്ചാലും ലഭിക്കാത്തവൾ, അതായത് ലൗകിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അവയിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ലഭിക്കാത്ത ഒരാളാണ് ദേവി അല്ലെ. ദേവിയെ എങ്ങനെ വിചാരിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ കുറെ നാമങ്ങളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ബഹിർമുഖ സുദുർലഭായി, അങ്ങനെയുള്ള പുറത്ത് ലൗകിക കാര്യങ്ങൾ, പുറമേ ഉള്ള വിഷയങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ മാത്രം ആണ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്കൊന്നും ദേവിയെ കിട്ടില്ല എന്ന് സാരം. നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോവാം. ഓം ത്രൈ നമ. വേദങ്ങള് 3 തരത്തിലുണ്ടല്ലേ. അഥർവവേദം, യജുർവേദം, സാമവേദം. അങ്ങനെ 3 വേദങ്ങളുടെ സ്വരൂപമായവളാണ് ദേവി എന്നാണ് ആ നാമാർത്ഥം പറയുന്നത്. നമുക്ക് അടുത്ത നാമം നോക്കാം. ത്രിവർഗദാത്രേ നമ. എന്താണ് ത്രിവർഗദാത്രേ നമ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധർമാർത്ഥ കാമങ്ങൾ വിളനിലമായിട്ടുള്ള ദേവി, വിളനിലമായവൾ എന്നാണ് നാമാർത്ഥം വരുന്നത്. അങ്ങനെ 3 ത്രിവർഗത്തിന് നിലയായിട്ടുള്ളവൾ, അതിൽ ധർമ്മം, അർത്ഥം, കാമം എന്നീ വിളനിലത്തോട് കൂടിയ ദേവി എന്ന നാമാർത്ഥം. അടുത്ത നാമം നോക്കാം. ഓം ത്രിസ്ഥായി നമ. ത്രിസ്ഥായി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളോടുകൂടിയ, 3 ഇനങ്ങളിൽ സ്ഥിതിയായിട്ടുള്ളവൾ എന്നാണ് നാമാർത്ഥം. 3 ഇനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ ഈ ബാല്യ, കൗമാര, വാർദ്ധക്യം, അതുപോലെ രാത്രി, പകല്, സന്ധ്യ, ത്രിമൂർത്തികള്, 3 ലോകങ്ങള്, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള നാമാർത്ഥത്തിലാണ് ത്രിസ്ഥായി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ സത്വം, രജോ, തമോ അങ്ങനെയുള്ള ഗുണങ്ങള് ഇതെല്ലാം 3 ഇനങ്ങളിൽ വരുന്നതാണ്. അതുപോലെ വേദങ്ങളുടെ വരുന്നുണ്ട്. അങ്ങനെ 3 ഇനങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്നവളായ ദേവിയെ ത്രിസ്ഥായി എന്ന നാമത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അടുത്ത നാമം നോക്കാം. ത്രിപുരമാലിനി നമ. ത്രിപുരമാലിനി എന്ന് പറഞ്ഞാൽ മാലിനി, ഒരു ശ്രീചക്രത്തിലെ ഒരു ദേവതയുടെ നാമമാണത്. അപ്പൊ അങ്ങനെയുള്ള ദേവിയെ കുറിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള നാമത്തോടു കൂടിയാണ് ത്രിപുരമാലിനിയെ നമ എന്ന് പറയാം. നിരാമയായി നമ. രോഗ, ദുഃഖ, ദോഷങ്ങളൊന്നും സ്പർശിക്കാത്ത പരിപൂർണയായ ദേവി എന്നാണ് സാരാംശം. അതായത് രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നവൾ എന്ന അർത്ഥമുണ്ട്. ഇതൊന്നും സ്പർശിക്കാത്ത ദേവി എന്നും അർത്ഥമുണ്ട്. അങ്ങനെയുള്ള നാമമാണ് നിരാമയായി എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓം നിരാലംബായി നമ. മറ്റൊന്നിന്റെ ആശ്രയം ആവശ്യമില്ലാത്ത ദേവി, താൻ തന്നെ മറ്റൊന്നിന് ആലംബമായിട്ടുള്ളവളാണ്. അതായത് ദേവി തന്നെയാണ് എല്ലാത്തിനും ആലംബമായിട്ടുള്ളത്. മറ്റൊന്നും ദേവിക്ക് ആവശ്യമില്ല. അതാണ് ആ നാമാർത്ഥം വരുന്നത്. ഓം സ്വാത്മരാമായി നമ. സ്വന്തം ആത്മസ്വരൂപത്തിൽ തന്നെ ആനന്ദിക്കുന്നവളായ ദേവിയെക്കുറിച്ച് പറയുന്ന നാമമാണ്. ഓം സുധാശ്രദ്ധേ നമ. നമ്മള് മുൻപ് ഉള്ള നാമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സഹസ്രാര പത്മത്തിലെ സുധാവർഷം അല്ലെ, നമ്മള് കഴിഞ്ഞ നാമങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ സുധാശ്രദ്ധ എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മത്തിൽ നിന്നും ഒഴുകുന്ന അമൃതവർഷത്തിന്റെ സ്വരൂപിണിയായവളാണ് ദേവി. ഇതാണ് ആ നാമാർത്ഥം. അടുത്ത നാമം നോക്കാം. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്രണായി നമ. സംസാരമാകുന്ന ചതുപ്പിൽ
അങ്ങനെ പൂണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആണ്ട് കിടക്കുന്ന ജീവജാലങ്ങളെ, സകല ജീവജാലങ്ങളെയും ഭക്തരെയും എല്ലാം ദേവി അതിൽ നിന്നും കൈപിടിച്ചുയർത്തുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കരകയറ്റുന്ന ദേവിക്ക് നമസ്കാരം. അതാണ് നാമാർത്ഥം. നമ്മളെ സംസാര ചക്രത്തിൽ അങ്ങനെ ഉരുണ്ട് പൂണ്ട് കിടക്കുകയാണ് അല്ലേ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഉയർന്നു വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ആത്മജ്ഞാനവും അതുപോലെ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ആ ത്രിഗുണങ്ങളിൽ ഏത് വേണം നമ്മൾ സ്വീകരിക്കാൻ എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചതുപ്പിൽ നിന്നും ദേവി നമ്മെ കൈപിടിച്ചുയർത്തും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാമമാണത്. സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിതായി നമ എന്ന നാമത്തിൽ അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ നാമത്തിൽ നമ്മൾ പറഞ്ഞു ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങളെല്ലാം നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പവർ ഉണ്ട്. അതായത് നമുക്കൊരു ഓറ ഉണ്ടാവും, ദേവിയുടെ സംരക്ഷണ വലയം ഉണ്ടാവും. അപ്പൊ ആ ഒരു സംരക്ഷണ വലയത്തിൽ ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് സാരം. ഓം യജ്ഞപ്രിയായേ നമ. അതായത് യജ്ഞങ്ങളുടെയും സമർപ്പണ ഭാവത്തോടുള്ള ആരാധനയോടും പ്രിയമായിട്ടുള്ളവളെന്ന് നാമാർത്ഥം. ഓം യജ്ഞകർത്രേ നമ. യജ്ഞക്രിയകളും യജ്ഞഫലങ്ങളും എല്ലാം നൽകുന്ന ശക്തി ദേവി തന്നെയാണ്. അതാണ് യജ്ഞം നടത്തുന്നവളും ദേവി തന്നെയെന്ന് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നു. നമ്മളെ ഗൃഹസ്ഥാശ്രമികളെല്ലാം അത്തരം യജ്ഞങ്ങളെല്ലാം ആചരിച്ചു പോകണം എന്നാണ് പറയണത്. അതായത് നമ്മളെ ജപം നമ്മൾ നടത്തുന്നത് ഒരു യജ്ഞം തന്നെയാണ്. ജപിക്കുക, അതൊരു പൂവിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പൂജാതി കർമ്മങ്ങളായാലും അതെല്ലാം ഈ യജ്ഞത്തിൽ വരുന്നതാണ്. അതുപോലെ വേദയജ്ഞങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അങ്ങനെയുള്ള നാമങ്ങൾ ആചരിക്കുക. അതുപോലെ പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ പിതൃകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം. പിതൃക്കൾക്ക് കൊടുക്കാനുള്ള യജ്ഞങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഗൃഹസ്ഥാശ്രമികള് അതിഥികളെ അവരെ ദേവന്മാരെ പോലെ കരുതി വേണം നമ്മൾ അവരോടുള്ള കർമ്മങ്ങളും ചെയ്യുവാൻ. അതുപോലെ തന്നെ നമ്മൾ പശു, പട്ടി, പൂച്ച തുടങ്ങിയവയൊക്കെ, കാക്കയായാലും പക്ഷിമൃഗാദികളായാലും എല്ലാവർക്കും ഭക്ഷണം നൽകുക എന്നുള്ളതും ഒക്കെ നല്ലൊരു കർമ്മങ്ങളിൽ വരേണ്ടതാണ്. ഗൃഹസ്ഥാശ്രമികൾ ആചരിക്കേണ്ട കർമ്മങ്ങളാണതെല്ലാം. അപ്പൊ അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അടുത്ത നാമം നോക്കാം. ഓം യജമാന സ്വരൂപിണ്യേ നമ. യജമാന സ്വരൂപത്തോടു കൂടിയവൾ, അതായത് യജ്ഞങ്ങളിലൊക്കെ യജമാന സ്വരൂപത്തിലാണ് ദേവി എന്ന് സാരാംശം. ആ യജ്ഞകർമ്മങ്ങൾ ക്രിയകൾക്കെല്ലാം ശക്തി നൽകുന്ന ദേവിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ യജമാന സ്വരൂപിണിയായവൾ എന്നാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ 883 വരെയുള്ള നാമാർത്ഥങ്ങൾ അറിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത നാമങ്ങളുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.